ശക്തിപ്പെടുത്തുന്ന കർത്താവിനെ ധ്യാനിച്ച് മദ്ബഹ മുൻപിൽ കുമ്പിട്ടാരാധിച്ച ശേഷം മേൽപ്പട്ടക്കാരൻ ശക്തിയുടെ അംശവടിയോടുകൂടെ ശംശാനയെ സമീപിക്കുന്നു. അർക്കദിയാക്കോന്റെ നിർദ്ദേശപ്രകാരം ശംശാന കുർബാന അർപ്പിക്കുക, പാപവിമോചകമായ മാമോദീസ നൽകുക എന്നീ 2 കക്ര അഥവാ നാണയങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കുമാറ് ഇരുമുട്ടുകളും കുത്തുന്നു. കൈവപ്പ് ആശീർവാദ പ്രാർത്ഥനയാകയാൽ തലകുനിക്കുന്നു. കുറവുകളെ സദാ പരിഹരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സമൃദ്ധിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനന്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും കുർബാനപ്പട്ടത്തിന്റെ ഗഹന്ത പ്രാർത്ഥന വൃത്തത്തിലേക്ക് അഥവാ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം പ്രവേശിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവികദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാമേന അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, ശുശ്രൂഷയുടെ കഴിവുകൂടി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന സൈനിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഈ ആളുടെ ഇറങ്ങിവന്ന് അങ്ങയുടെ രാവിന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ ആൾ കേൾപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പെരുമാറാകട്ടെ. അങ്ങേക്ക് അങ്ങയുടെ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഉദയം ബഹുമാനവും കൃതയും ആരാധനയും നിങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാന മാവേൽ ചാക്കോ ആന്റണിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങേ തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ ശുശ്രൂഷയുടെ സഭാഗാത്രത്തിന്റെ നിർമ്മിക്കുമായി അതിൽ പ്രവാചകന്മാരെയും മിശ്രന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തിരുന്നു. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വലോകരാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കണ്ടാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തെരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ടവർ ഈ ആൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥത്തോടും സാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ ബ്രഹ്മയിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിന്റെ ഭാഗവാഹിത്വത്തിനും വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ ഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമൂല്യമായ മാമോദീസാത്വത്തെ അങ്ങയുടെ കാര്യത്തിന്റെ ശക്തിയാകാശീകരിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന്റെ പാപമൂല്യം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആസ്വദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധനാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സ്ഥാനങ്ങളെ പ്രവൃത്തികൾക്കുണ്ടാകിയിരിക്കുന്നതിനും അങ്ങയുടെ മുമ്പിൽ ഈ ആഴ്ചയിൽ നാം നമ്മുടെ ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി
വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നമതല്ലായിരിക്കുന്നതിനും അങ്ങയുടെ ജാതിന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശ നിൽക്കുന്നതിനും വേണ്ടി ഈ ആളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഹൃദയം ബഹുമാനവും കുറച്ച് കൈവരാതിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഭൂസ്വർഗവാസികൾ സന്തോഷിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈശോ മിശിഹായുടെ പ്രതിനിധി പുരോഹിത ശ്രേഷ്ഠൻ കൂദാശ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. തുടർന്ന് പുരോഹിത ശ്രേഷ്ഠൻ വചനം പഠിപ്പിക്കാനുള്ള പരിശുദ്ധ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. അതേ തുടർന്ന് അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നു. തുടർന്ന് മേൽപ്പട്ടക്കാരൻ നവപുരോഹിതന് ശിരസിൽ ബഹുമാനത്തിന്റെ സ്നേഹചുംബനം നൽകുന്നു. ഭൂമിയിൽ നിന്റെ ജീവകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ കർത്താവിന്റെ സുവിശേഷത്തെ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തികേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യാനുഭവത്തിനായി മാവേലിൽ ചാക്കോ ആന്റണി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണരാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. തനിക്ക് ശക്തി കൈമാറിയ കർത്താവിനെ ശക്തിയുടെ അംശവഴി സംഭവിച്ച് നന്ദിയോടെ ആരാധിച്ച ശേഷം മേൽപ്പട്ടക്കാരൻ അവിടുത്തെ സാമീപ്യം ലഭിക്കും. നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും ഗുണനാക്കട്ടെ. ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക്
ഞങ്ങളുടെ ആശ്രയബോധനം ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവരുമാകുന്നു പ്രസിദ്ധാത്മാവുമായ സർവേശ്വരായിലേക്കും ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവകാലം നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ ലോകരിക്കുകയും നിലയിലായങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നീതിമാനായ മാമയോസേഫിന്റെയും സ്നാപയോഗ്യന്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകരമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വര എന്നേക്കും. വിശുദ്ധ സ്ലീഹന്മാരുടെയും സുവിശേഷന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിദഗ്ധരുടെയും നീതിയുടെയും ശുദ്ധിയുടെയും പ്രഘോഷരായ വിശുദ്ധ യോദ്ധാക്കളുടെയും യാത്രകളും നിരന്തരം നമ്മോട് കൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാസ്ലീഹായുടെ വിശ്വാസതീഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മുദ്രവയ്ക്കൽ എന്നർത്ഥം വരുന്ന ഹുത്താമ പ്രാർത്ഥന ചൊല്ലി പുരോഹിത ശ്രേഷ്ഠൻ നവപുരോഹിതന് കുർബാനപ്പെട്ട കൂദാശയുടെ സമാപന ആശീർവാദം സ്ലീവായുടെ അടയാളത്തിൽ നൽകുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അനന്തമായ കൃപയാൽ നിന്നെ പിന്തുണനാക്കട്ടെ. തന്റെ ഭവനത്തെ യോഗ്യം ഭരിക്കുന്നത് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മഹനീയം പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള നിന്നെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. എപ്പോഴും ലോകത്തിന്റെ പ്രകാശമായ ഉദ്ധിതനായ മിശിഹായുടെ പ്രഭയിൽ ജീവിക്കാനുള്ള തന്റെ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടും ഒരു മെഴുകുതിരി പോലെ സ്വയം ഉരുകിത്തീർന്ന് സുവിശേഷം അനേകർക്ക് വെളിച്ചം പകരുന്നതിനുള്ള തന്റെ ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ട് നവപുരോഹിതൻ സാധ്യമാകുന്ന ആരാധനാക്രമത്തിലേക്ക് വിശിഷ്യ ഭാവികളും ബലഹീനങ്ങളുമായ ഞങ്ങളെയും യോഗ്യരാക്കപ്പെട്ടവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, നന്ദിയുടെ വാർത്ത പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നത്.
മലയാള ഭാഷ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ വശമില്ലാത്തതാണ്. എൻ്റെ പരിമിതിയിൽ കണക്കിലെടുത്ത് നിങ്ങളുടെ സമ്മതത്തോടെ ഞാൻ എനിക്ക് എൻ്റെ ഹൃദയം തുറക്കാൻ പറ്റുന്ന ഭാഷയിൽ നിങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. It is the Lord's boundless mercy and steadfast love and His everlasting faithfulness that He made me share in Christ's priesthood. It is fitting therefore that I first thank our Almighty Triune God, God the Father, His beloved Son Jesus Christ, and the Holy Spirit. I thank our Holy Mother Mary for constantly helping me for every step of the way and interceding for me. I also thank for all the saints, St. Francis of Assisi, all the angels and saints who are interceding for me. With a grateful heart, I thank our beloved Archbishop, Most Reverend Mar Joseph Thornton. We know how busy our beloved Bishop is with endless programs, but in spite of his very busy schedule, he has made himself available to consecrate me a priest forever. Your Grace, I thank you for ordaining me to the holy order of priesthood. In a special way, I thank the parish priest, Reverend Father Jacob Anjumangal, for guiding me in every way, and for all the hard work he and all the parishioners of St. Mary's Church Whitewood have put to make this day a special one for me and for everyone. Dear Father, I thank you. There is a hymn that goes like this: You are the potter and the clay, mold me and make me, this is what I pray. I thank all the people God has sent into my life to hold prayers, love and sacrifices. Today I wouldn't be standing here. I thank God for the wonderful family I'm born in, loving parents and caring and loving brother and my sister-in-law, who has done so much for my nation. I also thank my brothers and sister-in-law's beautiful two children, Noel and Neha. May God bless them and keep them always united. At this moment, I remember in prayer my dear departed grandparents, and I thank God for all the love I have received from them. And I'm sure today they are with me in spirit and are interceding for me from heaven. A heartfelt gratitude to Provincial Superior Father Arunandan and his council for the support, trust and confidence they have placed in me. I express sincere gratitude to Father Paul Balanga, for the Vesamangala Director and Parish Priest of Holy Cross Church, Motera, for the encouragement, love and all that they have been for me. I express my thanks to Reverend Father Joseph Fonseca, who is a professor. In spite of being not in good health, he is there present today. I thank you, Father. A heartfelt gratitude to the Provincial Superior of Liguri Province, Father Joy Punili, for his presence and for all the support he has given me. Thank you, Father. I thank Father Baby Chen, who was today's Archdeacon